ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് നാളത്തെ പ്രോഗ്രാമിൽ വന്ന് ലൈവിലൂടെ കമൻറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഓരോ ഉത്തരങ്ങൾക്കും അപ്പം തന്നെ അതേസമയം ഉടനെ നമ്മൾ ഉടൻ പണം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് പ്രൈസ് ഗൂഗിൾ പേ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഉടൻ പണം എന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ക്യാഷ് പ്രൈസ് സമ്മാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഈ ഒരു വീഡിയോ മുഴുവനും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് സാധുക്കളായ ഞാനും നിങ്ങളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ ബറക്കത്ത് കൊണ്ടും ഹുർമത്ത് കൊണ്ടും നമ്മുടെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പരിശുദ്ധമായ മുഹറം 10 നാളത്തെ ദിവസം. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് കറക്റ്റ് നമ്മൾ ഒരു 2 മണിക്ക് ലൈവ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. SR മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം നടത്തുകയും ആ ലൈവിലൂടെ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമ്മൾ എന്താക്കുന്നുണ്ട്, ഒരു ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ക്യാഷ് പ്രൈസ് സമ്മാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഈ ഒരു വീഡിയോ മുഴുവനും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നതാണ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടാകും. പരിശുദ്ധമായ മുഹറമിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കുറഞ്ഞ സംഭവങ്ങൾ കേട്ടോ, മുഴുവനല്ല, കുറഞ്ഞ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുന്ന ആളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് നമ്മൾ നടത്തുന്ന ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ക്യാഷ് സമ്മാനമായി നേടാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ സ്പോൺസർ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്ന ആളുകളുടെ പേരും ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അവർ ഫോട്ടോസൊക്കെ നാളെ ലൈവിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ്. ഇവരാരും പറഞ്ഞിട്ടില്ല, എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ പറഞ്ഞ് അവർക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായി സംബന്ധിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം പരിശുദ്ധമായ മുഹറം മാസത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മുഹറം 10 സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് വിഷയങ്ങളും മുസ്ലിം സമൂഹമായ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കലും അത് അവരിലേക്ക് അറിവില്ലാത്തവർക്ക് അറിയിച്ചു കൊടുക്കാനും അറിവുള്ളവർക്ക് ഒന്നും കൂടി അത് ഓർമ്മപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇൻഷാ അല്ലാഹ് SR മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ മുഹറമിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കൊച്ചു വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും, ആണെന്നില്ല പെണ്ണെന്നില്ല കുട്ടികളെന്നില്ല, ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് നാളത്തെ പ്രോഗ്രാമിൽ വന്ന് ലൈവിലൂടെ കമൻറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഓരോ ഉത്തരങ്ങൾക്കും അപ്പം തന്നെ അതേസമയം ഉടനെ നമ്മൾ ഉടൻ പണം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് പ്രൈസ് ഗൂഗിൾ പേ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഉടൻ പണം എന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു തആല ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ആ ഒരു ക്യാഷ് പ്രൈസ് സമ്മാനമായി സ്വീകരിക്കാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അതോടൊപ്പം നാളെ നടത്തുന്ന പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ലൈവിൻ്റെ ഇടയിൽ ഓരോ ചോദ്യത്തിനും നമ്മൾ ഒരു 60 സെക്കൻഡ്, 1 മിനിറ്റോളം വരുന്ന സമയം നമ്മൾ തരും. ഇൻഷാ അല്ലാഹ് 1 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സമയം തരും. ആ സമയത്തിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മറുപടികൾ അയക്കുക. അപ്പം തന്നെ നമ്മളിവിടെ ലൈവിലൂടെ നോക്കിയിട്ട് അവരുടെ പേരുകളൊക്കെ കൂടെ രേഖപ്പെടുത്തും. ഒരു ചോദ്യത്തിലേക്ക് 10 ആൾ ഉത്തരം തന്നാലും 10 ആളുകൾക്കും അപ്പം തന്നെ നമ്മൾ ക്യാഷ് പ്രൈസ് തരും. അപ്പം തന്നെ പറയുമ്പോൾ ആ പരിപാടി കഴിഞ്ഞ ഉടനെ ലൈവിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇത് വയലോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒന്നുമല്ല.
നിങ്ങൾക്ക് നാളെ ഉത്തരം പറയാനുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഞാനിവിടെ പറയും, ഒരു വിഷയം പോലെ അവതരിപ്പിക്കും. ഇതിൽ നിന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് ചില ചോദ്യങ്ങളായിരിക്കും നാളെ ചോദിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വിഷയങ്ങളായിരിക്കും കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മുഹറത്തിനെ പറ്റി പഠിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോയുടെയും നാളെ നടത്തുന്ന പ്രോഗ്രാമിൻ്റെയും ഉദ്ദേശം. അപ്പം ഇതുമായി സഹകരിക്കുന്ന സ്പോൺസർഷിപ്പ് നൽകുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവത്സരമാണ്, ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ് മുഹറം എന്ന് പറയുന്നത്. ആ മുഹറം തന്നെ അല്ലാഹു തആലവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ട്. മാത്രവുമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുത്തെ പരിശുദ്ധമായ ഹദീസിലൂടെയും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുഹറമിനെ പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും മുഹറം 9 പറ്റിയും 10 പറ്റിയും. അപ്പൊ അതിൽ നിന്ന് ഒരു ഹദീസാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അമൻ സ്വാമ ആശുറാ ഫകഅന്നമാ സ്വാമ സനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുന്നു, മുഹറം 10 നോമ്പ് ആരെങ്കിലും ഒരുത്തൻ അനുഷ്ഠിച്ചാൽ ആ ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചതുപോലെയാണ് അല്ലാഹു തആല അവനിക്ക് പ്രതിഫലം നൽകുന്നത്. നമുക്കറിയാം പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച ഒരു മാസം നാം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു നൽകുന്നുണ്ട്. പക്ഷേ മുഹറം 10 അന്ന് ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് അല്ലാഹു തരുന്നത്. അപ്പൊ നാളത്തെ ഒരു ദിവസം അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം ഇന്നും ഞാനും നിങ്ങളൊക്കെ നോമ്പനുഷ്ഠിച്ചിട്ടാണ് ഈ ഒരു പരിപാടി കേൾക്കുന്നതും കാണുന്നതൊക്കെ. എങ്കിലും മുഹറം 10 അന്നത്തെ നോമ്പിനിക്ക് അല്ലാഹു വലിയ പ്രത്യേകതകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ദഈഫായ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാം, സൂമു ആശുറാ വതാസുആ സുന്നതാനി മുഅക്കദതാനി കുല്ലും മിൻഹുമാ യുകഫിറു സഗായിറസ് സനാ. ഇത് ദഈഫായ ഹദീസാണെങ്കിലും ഒരുപാട് മഹാന്മാർ ഈ ഹദീസിനെ എടുത്തു പറയുന്നു. അതായത് മുഹറം 9 നോമ്പ്, അതുപോലെ മുഹറം 10 നോമ്പ്, ഈ 2 നോമ്പ് വളരെ ശക്തമായ സുന്നത്തുള്ള നോമ്പാണ്. ഈ 2 നോമ്പിനെ ആരെങ്കിലും ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഒരു വർഷത്തിലെ അവന്റെ മുഴുവൻ ചെറുദോഷങ്ങളും അല്ലാഹു അവനക്ക് പുറത്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് ചില മഹാന്മാർ അവിടുത്തെ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇപ്പൊ മുഹറം 9-നും 10-നും നാം നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 2 ഹദീസ് ഒരു ബറക്കത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഇത് മുഹറമിനെ പറ്റി, അതുപോലെ മുഹറം 9-നെ പറ്റിയും 10-നെ പറ്റിയും, അതുപോലെ മുഹറമിലെ ചില ദിവസങ്ങളെ പറ്റിയും ഉണർത്തുന്ന സംഭവങ്ങളാണ്. ഇത് നല്ല ശ്രദ്ധാപൂർവം കേൾക്കാനും പഠിക്കുവാനും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ നോക്കുക, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ശേഷം അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രതിഫലം തരാൻ വേണ്ടി കണക്കാക്കപ്പെട്ട ഒരു മാസമുണ്ടെങ്കിൽ അത് മുഹറം മാസമാണ്. അപ്പോൾ മുഹറം 1 മുതൽ നമുക്ക് 30 വരെയും നോമ്പനുഷ്ഠിച്ചാൽ വളരെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമായി നമുക്ക് കണക്കിലെടുക്കാം. അതേപോലെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാലോ, സ്വർഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചില തെറ്റുകളൊക്കെ ചെയ്തു, അള്ളാഹുവിക്ക് ഇഷ്ടമില്ലാത്ത 1-2 കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കഥകളൊക്കെ നമുക്കറിയാം. അങ്ങനെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് തൗബ പുറത്തു കൊടുത്ത ഒരു സമയമുണ്ട്, ഒരു ദിവസമുണ്ട്. അത് ഭൂമിയിൽ വെച്ചിട്ടാണ്. അത് ഈ മുഹറം 10-ന്റെ ഈ ഒരു ദിവസമാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉന്നത സ്ഥാനം കൊടുത്ത അല്ലാഹു തആല ആദരിച്ചൊരു മാസവും കൂടിയാണ്, ഒരു ദിവസവും കൂടിയാണ് മുഹറം. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. കപ്പലിൽ സഞ്ചരിച്ചതും അതുപോലെ കപ്പലുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വിശ്വാസികളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി യാത്ര ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ നൂഹ് നബിന്റെ. അപ്പൊ ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റിയിട്ട് നൂഹ് നബിയെയും അവിടുത്തെ സമുദായത്തെയും അല്ലാഹു തആല കരടിപ്പിച്ചത് മുഹറം 10-നാണ്.
അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതൊക്കെ നമുക്കറിയാം. പിന്നെ യാ നാറു കൂനി ബർദും വസലാമൻ അലാ ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായ തീകുണ്ടത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായിട്ട് വളരെ തണുപ്പോടുകൂടി എയർ കണ്ടീഷനേക്കാളും വളരെ റാഹത്തായ നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും ഈ ഒരു മുഹറം 10-ലാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് തൗറാത്ത് എന്ന ഗ്രന്ഥത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം മൂസാ നബിക്ക് കൊടുത്തതാണ്. വേറെയും ഒരുപാട് മഹാന്മാർക്ക് അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു തആല കൊടുത്ത ഗ്രന്ഥം തൗറാത്താണ്. അത് കൊടുത്തിട്ടുള്ളത് മുഹറം 10-നാണ്. അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നബി തങ്ങളെ കഴിച്ചാൽ സൗന്ദര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അതാരാണ്? അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു സന്ദർഭത്തിൽ ജയിലിൽ അടക്കപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാം. ആ ഒരു ജയിലിൽ നിന്ന് മോചിതനായത് ഈ ഒരു മുഹറം 10-നാണ്. അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പയാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തതും ഈ മുഹറം 10-നാണ്. അത് ഈ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത ചരിത്രം ഒരുപാട് പറയാൻ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കമ്മീസ്, ആ ഒരു കമ്മീസിനെ തന്റെ വാപ്പയിലേക്ക് കൊടുത്തയച്ചപ്പോ ആ കമ്മീസിനെ ഉപ്പൊന്ന് മണപ്പിച്ചു, ഒന്നിങ്ങനെ മുഖത്തൊക്കെ തടവി യാക്കൂബ് നബി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഒരു കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം നടന്നത് മുഹറം 10-നാണ്. അതുപോലെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒരുപാടുണ്ട്. അതിൽപ്പെട്ടൊരു ചരിത്രമാണ്, അതായത് മീന് യൂനുസ് നബിയെ മുണുങ്ങുകയും ആ മീനിന്റെ വയറ്റിൽ അകപ്പെടുകയും ആ മീന് അതിനെ ഛർദ്ദിച്ചുകൊണ്ട് കടലിൽ നിന്ന് പുറത്തോട്ട് പിന്നെ തുപ്പി ഒഴിവാക്കി ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഒരു മോചനം കൊടുത്തതും ഈ ഒരു മുഹറം 10-നാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു തആല ഒരുപാട് കഴിവുകൾ കൊടുത്തു. പക്ഷെ അതേപോലെ തന്നെ ഫിറഔൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയെ കൊണ്ട് അല്ലാഹു തആല വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്തു. ആ ഒരു ചരിത്രം നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു ഫിറഔനിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ഒരു ദിവസമുണ്ട്, അത് മുഹറം 10-നാണ്. അതും രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ അവിടുത്തെ സമൂഹവും കടലിൽ പോയി ഒരു വടി കൊണ്ടിങ്ങനെ അടിച്ചു. അപ്പോൾ കടൽ 2 പിളർപ്പായി, ഒരു സഞ്ചരിക്കാനുള്ള വഴിയുണ്ടായി. അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സമൂഹവും രക്ഷപ്പെട്ടത്. ആ ഒരു സംഭവം നടന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മുഹറം 10-നാണ്. അതേപോലെ പ്രിയപ്പെട്ടവരെ, ഈ ഫിറഔനിനെ അല്ലാഹു തആല ഈ ഒരു കടലിൽ, ഈ സമുദ്രത്തിൽ മുക്കിക്കൊന്ന് നശിപ്പിച്ചതും എപ്പോഴാണ്? ഈ ഒരു മുഹറം 10-നാണ്. അതെങ്ങനെ? ഫിറഔനും കൂട്ടരും മൂസാ നബിയെ തുടർന്നു കൊണ്ടുപോയി കടലിൽ എത്തിയപ്പോൾ മൂസാ നബി വെടികൊണ്ടടിച്ചു. മൂസാ നബിയും കൂട്ടരും കടലിന്റെ നടുവിലൂടെ നടന്നുകൊണ്ടു പോവുകയാണ്. അങ്ങനെ ഫിറഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി ആ ഒരു കടലിന്റെ ആ ഒരു നടുപാതയിലൂടെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ അതിൻ്റെ ഒത്ത നടുവിലെത്തുകയും ഫിറഔനും കൂട്ടരും നടുവിലെത്തുമ്പോഴേക്കും മൂസാ നബിയും ഖൗമും എവിടെ എത്തിയിട്ടുണ്ട്? മൂസാ നബിയും സമുദായവും കടലിന്റെ അക്കര കടന്നു കഴിഞ്ഞു. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മൂസാ നബിയെ, താങ്കൾ ആ വടി കൊണ്ട് വീണ്ടും സമുദ്രത്തിലേക്ക് അടിക്കുക. അപ്പോഴാണ് മൂസാ നബി ആ കടലിലേക്ക് ഈ ഒരു വടി കൊണ്ട് അടിക്കുകയും ആ പിളർപ്പായ കടല്, സമുദ്രം 2-ാം വട്ടം ഇങ്ങനെ കൂടുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഫിറഔനും കൂട്ടരും ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുകയും ചെയ്യും. അപ്പോ ഈ ഒരു സംഭവം നടന്നത്, ഫിറഔനിനെ മുക്കി നശിപ്പിച്ചു കൊന്നത് ഈ ഒരു മുഹറം മാസത്തിലാണ്, മുഹറം 10-ലാണ്. അതേപോലെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല പുറത്തു കൊടുത്തത് അല്ലാഹു ഈ ഒരു മാസത്തിലാണ്, ഈ ഒരു ദിവസത്തിലാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി, നമുക്കറിയാലോ, ലോകം ഒന്നാകെ അടക്കി ഭരിച്ച രാജാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് സുലൈമാൻ നബി. ലോകം മുഴുവനും അതിൽപ്പെട്ടതാണ് യാ അയ്യുവൻ നംലു ദുഖുലു മസാകിനകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ?
ഉറുമ്പുകളുടെ സംസാരം പോലും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് കേൾക്കാനുള്ളൊരു കഴിവ് അള്ളാഹു താല കൊടുത്തിരുന്നു. അങ്ങനെയുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഈ സർവാധികാരം, ഈ ഭൂമിയിൽ ഭൂലോകത്തിലുള്ള മുഴുവനത്തിനെയും ഭരിക്കാനുള്ള രാജാധികാരം അള്ളാഹു കൊടുത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അത് മുഹറം 10 ആണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ 3 10കൾക്ക് ബഹുമാനം കൊടുത്തിരുന്നു. അതായത് മുൻകഴിഞ്ഞ മഹത്തുക്കളായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും സലഫു സ്വാലിഹീങ്ങളൊക്കെ 3 മാസത്തിലുള്ള 10കൾക്ക് അവർ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ 3 പ്രാധാന്യമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒന്ന്, റമളാനിലെ ആദ്യത്തെ 10. റമളാനിലെ ആദ്യത്തെ 10നിക്കാണ് റഹ്മത്തിന്റെ 10 ഉണ്ട്, അതിനിക്കാണ് ആദ്യം അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10നിക്കും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അതേപോലെ 3ാമത്തെ മാസമാണ് ഈ മുഹറം. ഈ മുഹറമിലെ ആദ്യത്തെ 10, ഈ ഒരു മുഹറം മാസത്തിലെ ആദ്യത്തെ 10നിക്കും മുൻകഴിഞ്ഞ മുഴുവൻ മഹത്തുക്കളും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പൊ ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ധാരാളം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? നമ്മുടെ മുത്താണ്, മാണിക്കക്കൽ. ഈ ലോകം തന്നെ പടക്കാൻ കാരണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. നമുക്കറിയാം, തെറ്റ് ചെയ്യുകയില്ല. എല്ലാ അമ്പിയാക്കന്മാരെയും അതുപോലെ അമ്പിയാ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല ദോഷം മുമ്പേ പുറത്തു കൊടുത്തതാണ്. അവർ തെറ്റുകൾ ചെയ്യൂല, ചെയ്യാനുള്ള അവസരം അവർക്കുണ്ടാകും. എങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ന്യൂനതകളും തെറ്റുകളും ഒക്കെ അല്ലാഹു തആല കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി കൊടുത്തൊരു ദിവസമുണ്ടെങ്കിൽ അത് മുഹറം 10 ആണ്. അപ്പോ ഈ ഒരു മുഹറം എനിക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഈ ദുനിയാവിനെ സൃഷ്ടിച്ചത് അല്ലാഹു തആല എപ്പോഴാണ്? മുഹറം 10. അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴ വർഷിച്ചു. മഴ എന്നുള്ള അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഈ ഒരു മഴ വർഷിച്ചതും ഈ മുഹറം മാസത്തിലാണ്. ഈ മുഹറം 10നാണ് അതിന് തുടക്കം കുറിച്ചത്. ഇന്നും ഇന്നലെയും ഈ ആഴ്ചയിലൊക്കെ മുഴുവനും ശക്തമായ മഴയാണ്. കൊടകിലും കേരളത്തിലും കർണാടകയിലും ഒക്കെ നല്ല മഴയാണ്. അല്ലാഹു ആരെയും ബുദ്ധിമുട്ടിലാക്കാതിരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പേരക്കുട്ടികളിൽപ്പെട്ട ഒരാളാണ്. ഈ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്നറിയപ്പെടുന്ന ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. അതും ഈ ഒരു മുഹറം 10നാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെയും നാളെ ചോദ്യത്തിൽ പല നിലക്കും ചോദ്യങ്ങളായി വരും. അപ്പൊ ഇതൊക്കെ കേട്ട് അതിന് നല്ല നിലക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ക്യാഷ് സമ്മാനമായി കിട്ടും. അല്ലാഹു എല്ലാവർക്കും നല്ല സമ്മാനങ്ങൾ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, ഈ ബഹുമാനപ്പെട്ട ഹറമൈനിയെ പ്രസവിക്കപ്പെട്ടത് മുഹറം 18നാണ്. അതേപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെട്ടത് മുഹറം ആദ്യത്തെ 10ൽപ്പെട്ട ഒരു ദിവസത്തിലാണ്. അതേപോലെ മുഹറം 10നാണ് കർബലയിൽ വെച്ച് ബഹുമാനപ്പെട്ട നബിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഒരുപാട് ലെങ്താവുന്നത് കൊണ്ട് വിഷയങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനിപ്പിക്കുക. നാളെ ലൈവിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ മുഹറം 10ൻ്റെയും 18ൻ്റെയും അതുപോലെ മുഹറം മാസത്തിൻ്റെയും 9ൻ്റെയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് പറയുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാലേ നാളത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരുപാട് വ്യക്തമായ രൂപത്തിൽ മറുപടി തരാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ പിന്നെ ആകാശവും 7 ആകാശവും 7 ഭൂമിയും അല്ലാഹു തആല സൃഷ്ടിച്ചത് ഈ ഒരു മുഹറം 10നാണ്. അതുപോലെ പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചതെപ്പോഴാണ്? മുഹറം 10നാണ്. അതുപോലെ അർശ് എന്ന അല്ലാഹുവിൻ്റെ വലിയൊരു ഗോളം, അതുപോലെ കുർസി, ലൗഹുൽ മഹ്ഫൂദ്, ഖലം, ഇങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മളൊക്കെ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, ലൗഹ്, അർശ്, കുർശനൊക്കെ. ഇതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചതെപ്പോഴാണ്? മുഹറം 10നാണ്. അതേപോലെ തന്നെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. അതിൽ അറിയപ്പെട്ടത് 10 മലക്കുകളാണ്.
അപ്പോൾ ജിബ്രീൽ ഉൾപ്പെടെയുള്ള, മീകായിൽ ഉൾപ്പെടെയുള്ള, അസ്രായിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വലിയ വലിയ മലക്കുകളെ അല്ലാഹു തആല ആ ഒരു ശൃംഖലയെ സൃഷ്ടിച്ചത് ഈ ഒരു മുഹറം 10-നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത് എപ്പോഴാ? മുഹറം 10-നാണ്. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രനായ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നൂഹ് നബിന്റെ പുത്രനായ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ഇബ്രാഹിം നബിയുടെ ജനനം എപ്പോഴാണ്? മുഹറം 10-നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിന്റെ പേരെന്താ? അമീല എന്നും അതുപോലെ ബൂന എന്നും പല അഭിപ്രായങ്ങൾ. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം 5 വഖത്ത് നിസ്കാരത്തിലും അത്തഹിയാത്തിലൊക്കെ നാം എന്താക്കുന്നുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാറുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാമുമായി അത്രയും ബന്ധമുള്ള ഒരാളാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അതേപോലെ ഒമാനിലെ സലാലയിലാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത് കേട്ടോ. അയ്യൂബ് നബിയെ പറ്റി നമ്മൾ നേരത്തെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അയ്യൂബ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒമാനിലെ സലാലയിലാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നുള്ളത്. അതേപോലെ നബിത്തങ്ങൾ പറയുന്നു, ഇമാം അഹ്മദി എന്നവർ അവിടുത്തെ മുസ്നദി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ. എന്താ പറഞ്ഞത്? 18 വർഷം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല അതികഠിന കഠോരമായ പരീക്ഷണങ്ങളെ കൊടുത്തു, രോഗങ്ങളെ കൊടുത്തു. ആ ഒരു രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് നീണ്ട 18 വർഷമാണ്. ആ ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു പ്രയാസപ്പെടുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുത്തത്. അതും ഈ ഒരു മുഹറം മാസത്തിലാണ്, മുഹറം 10-ലാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടത് എപ്പോഴാ? മുഹറം 10-ലാണ്. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ വിശദമായ ചരിത്രമാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈസാ നബി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത് മുഹറം 10-ലാണ്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പയുണ്ടോ? ഇല്ല. നേരെ മറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബഹുമാനപ്പെട്ട മറിയം ബീബിയുടെ വയറ്റിൽ വന്ന് തടവിയിട്ട് ഒന്ന് എന്ന് ഊതിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മറിയം ബീബി ഗർഭം ചുമക്കുകയും ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടതും ചെയ്തത്. അതേപോലെ ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും കുറച്ച് നോട്ട് ചെയ്ത വിഷയങ്ങളാണ് ഇതുവരെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ ളഈഫായ ചില ഹദീസുകൾ, ളഈഫാണെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അപ്പോൾ ളഈഫായ ഹദീസിലൂടെ വന്ന ചില വിഷയങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്. മുഹറം 10-മായി ബന്ധപ്പെട്ട വിഷയമാണ് കേട്ടോ. അപ്പോൾ ളഈഫായ ഹദീസ് ആണെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നത്തി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ജീലാനി തങ്ങൾ പറയുന്നത് അറിയാമോ? മുഹറം 10-ന് ആരെങ്കിലും ഒരാളെ നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ മുഴുവനും നോമ്പ് തുറപ്പിച്ച ഒരു പ്രതിഫലമാണ് ലഭിക്കുക. അപ്പോൾ മുഹറം 10-ന്റെ അന്ന് ആരെങ്കിലും ഒരാൾ വിളിച്ച് നാം എന്താക്കുക? നോമ്പ് തുറപ്പിക്കും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഹബീബായ തങ്ങളുടെ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളും അവർ മുഴുവൻ ഉമ്മത്തിനെയും വിളിച്ച് നോമ്പ് തുറപ്പിച്ചൊരു പ്രതിഫലമാണ് ലഭിക്കുക എന്ന് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ യതീമായ ഒരു കുട്ടി, ആ ഒരു കുട്ടിയെ നാം വിളിച്ച് ആ കുട്ടിയെ ഒന്ന് തലോടുക എന്ന് പറഞ്ഞാൽ സ്വാന്തനത്തിന്റെ വാക്കുകളും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകളൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് തലോടിയാൽ ആ കുട്ടിയുടെ തലയിലുള്ള ആ മുടിയുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് തരുമെന്ന് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പഠിപ്പിക്കുന്നു. പൊതുവെ നമുക്കറിയാലോ, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ ഇതുപോലെ അടുത്തടുത്തിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി
അപ്പോൾ ജീലാനി തങ്ങൾ പറയുന്നു, മുഹറം 10 യതീമായ കുട്ടിയെ വിളിച്ചുകൊണ്ടെന്ന് തലോടി കൊടുത്താൽ ആ ഒരു തലോടിയ കാരണം കൊണ്ട് ആ കുട്ടിയുടെ തലമുടിക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാനം സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തരും. അത്തരത്തിലുള്ളൊരു പ്രതിഫലം അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കും. അതേപോലെ ജീലാനി തങ്ങൾ അവിടുത്തെ ഉന്നത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി കാണാം, മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിച്ചാൽ, ഞാൻ ആദ്യം വായിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിച്ചാൽ 60 കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾക്ക് തരിക. എത്ര കൊല്ലം? 60 വർഷം. പ്രിയമുള്ളവർ, നമുക്കൊരു ദിവസം പോയിട്ട് ഒരു ഉച്ചവരെ നോമ്പ് പിടിക്കുമ്പോഴും പല ആളുകൾക്ക് ഭയങ്കര ക്ഷീണമാണ്, പ്രയാസമാണ്. അപ്പോൾ ഒന്നും അറിയാതെ ആ ഒരു 10 അന്ന് നാം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 വർഷം, നാം എത്ര വർഷം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. അല്ലാഹു നമുക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എൻ്റെ സമൂഹത്തിലേക്ക് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് കൂടുതലുമായിട്ട് വയസ്സുണ്ടാകുക. അതിനേക്കാളും കൂടുതൽ നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. 60-ഉം 63 ആകുമ്പോഴേക്കും എല്ലാവരും മരണപ്പെടുകയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് 70-ഉം 80-കളിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു 60 വർഷം നാം ജീവിക്കുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും 60 വർഷം നോമ്പനുഷ്ഠിച്ചൊരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് അവിടുത്തെ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സംഭവം അവിടുത്തെ കിതാബുകളിൽ, അവിടുത്തെ ഉന്നത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാളത്തെ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് 60 വർഷം ഈ ഒരു മുഹറം 10 കൊണ്ട് നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, 7 ആകാശഭൂമികളിലുള്ള ആളുകൾ നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. വെറും 60 വർഷത്തെ നോമ്പല്ല, പിന്നെ 7 ആകാശവും 7 ഭൂമിയുമാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാലോ. അപ്പൊ ഇതിലുള്ള ഒരുപാട് കോടിക്കണക്കിന് ആളുകളെയും മലക്കുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ച് പരിപാലിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള ആളുകളൊക്കെ നോമ്പനുഷ്ഠിച്ചാൽ എത്രമാത്രം പ്രതിഫലമുണ്ടോ, ഈ ഒരു പ്രതിഫലം കൂടിയാണ് അല്ലാഹു നമുക്ക് തരുന്നത്. അത്തരത്തിലുള്ള കൂട്ടത്തിൽ അല്ലാഹു നാമുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട സംഭവമാണ്. ഇതൊരു ചോദ്യോത്തര പരിപാടിയായി നടത്താൻ വേണ്ടി ഷോർട്ടായിട്ട് അവതരിപ്പിച്ചതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയിട്ട് നാളെ കൃത്യം 2 മണിക്ക് ഒരു ലൈവിൽ ഞാൻ വരും. അപ്പോൾ ആ ലൈവിലൂടെ ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ആരായാലും വേണ്ടില്ല, ഞാൻ ഇവിടുന്ന് ലളിതമായ രൂപത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഉത്തരം ഇവിടെ രേഖപ്പെടുത്തുക. ആ ഒരു മിനിറ്റിൽ ചിലപ്പോൾ 10 ആൾ ഉത്തരം തന്നാൽ ആ 10 ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് തരും. മാത്രമല്ല, ഇതൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയും ഒരു ദീനി പ്രബോധനത്തിന് വേണ്ടിയും ഈ ഒരു മുഹറം മാസത്തിന്റെ മഹത്വം അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ നടത്തുന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സമ്മാനം തരാമെന്ന് ഏറ്റ ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ പറയും. അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ എന്താക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഞാൻ ആരോടും പറയലില്ല, അപ്പോൾ പറയാണ്, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കും കമൻ്റൊക്കെ തന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും എല്ലാവരും ശ്രമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ശക്തമായ മഴയാണ്. അപ്പോൾ മഴ നാളെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താക്കുക, പിന്നെ പരമാവധി ചാർജുകളൊക്കെ മൊബൈലിൽ ഉണ്ടാവട്ടെ, അതിന് വേണ്ടി ശ്രമിക്കുക. അതുപോലെ നല്ല നെറ്റ്വർക്കുള്ള സ്ഥലത്ത് പോയി ഇരിക്കുക. അതേപോലെ തന്നെ ഗൂഗിൾ പേക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. പിന്നെ ഫോൺ പേ വല്ലാതെ ആരും യൂസ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് ഗൂഗിൾ പേ ആണ് മെയിനായിട്ട് വേണ്ടത്. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള 9535783937 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നാൽ അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യും, നിങ്ങൾക്ക് സമ്മാനം ഇട്ട് തരുന്നതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു മുഹറം മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇരുലോകം വിജയിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.